സാർ, എന്താണ് ഈ മൂത്ര ചികിത്സ എന്ന് പറയുന്നത്? അങ്ങനെ ഒരു മൂത്ര ചികിത്സ എന്നൊരു വിഭാഗമുണ്ടോ? ചികിത്സ രംഗത്ത് അങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടോ മൂത്ര ചികിത്സ? ഉണ്ട്. അതായത് മൂത്ര ചികിത്സ എന്നൊരു ഭാഗം ആധുനികമായൊരു ചികിത്സാ ശാസ്ത്രമാണ്. വൈദ്യ സംസ്കാരം അനുസരിച്ച് നിർദ്ദേശിക്കപ്പെട്ടതാണ്. ലോകം മുഴുവൻ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു. കാരണം ശരീരത്തിൽ നിന്ന് അസാധാരണമാംവിധം, അതായത് പവിത്രമായ നമ്മൾ സ്വർണ്ണിമ ജലമാണ് മൂത്രം. പ്രതിരോധ ശക്തിയുള്ള അമൃതാണ്. അത് സ്വീകരിക്കുക വഴി കേടുവന്ന കലകളെയും കോശങ്ങളെയും റിപ്പയർ ചെയ്യുന്നത് തെളിയിക്കപ്പെട്ടു. അനുഭവത്തിലൂടെ, തിയറിയല്ല, പ്രാക്ടിക്കലാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. ഈശ്വരീയമായ വിശ്വാസത്തിനോട്, ശ്രദ്ധയോടെ, ഭക്തിയോടെ, സമർപ്പണത്തോടെ ഈശ്വരീയമായി നിർദ്ദേശിക്കപ്പെട്ട ഈ ശാസ്ത്രം യൂറിൻ തെറാപ്പിയായിട്ട് ഡെവലപ്പ് ചെയ്ത് ലോകം മുഴുവൻ ആളുകൾ സ്വയം പരീക്ഷിക്കുകയാണ്. പക്ഷേ ഹായ്, നമസ്കാരം. ഞാൻ നന്ദകുമാർ. ഇവിടെ ഇപ്പോൾ എന്നോടൊപ്പം ഈ യൂറിൻ തെറാപ്പിസ്റ്റ് ആയ പ്രമുഖനായ ഒരു ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ആചാര്യനൊക്കെ ആയ ജലാധരൻ സാർ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 36 വർഷത്തെ സേവനം കഴിഞ്ഞിട്ട് സീനിയർ ഓഫീസറായിട്ട് വിരമിച്ച ആളാണ്. അതിനുശേഷം ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനത്തിലും ഈ തെറാപ്പി, അതായത് യൂറിൻ യൂസേഴ്സിൻ്റെ തെറാപ്പി, അതിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ യൂറിൻ യൂസേഴ്സിനെ കുറിച്ചും യൂറിൻ്റെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടാവും. അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. ജലാധരൻ സാർ. ഭാരതത്തിൽ ഇതെത്തുന്നത് 1900, കൃത്യമായി പറഞ്ഞാൽ 80കളിലാണ്. അതായത് ഡോക്ടർ നിതിൻ പട്ടേലിൻ്റെ അച്ഛൻ ശശി പട്ടേൽ, അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്നു, നമ്മളെ 5ാമത് പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി. അദ്ദേഹത്തിനാണ് ഭാരതത്തിൽ ആദ്യമായിട്ട് ഉപദേശം കിട്ടുന്ന. അദ്ദേഹം അത് കഴിച്ച് ശീലിച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ 60ാമത്തെ വയസ്സിൽ കഴിച്ചു തുടങ്ങി. 100ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നവരെ അരോഗദൃഢനെ ജീവിച്ച് ന്യൂയോർക്കിൽ UN-ൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടുത്തെ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. ആരോഗ്യത്തിൻ്റെ പറഞ്ഞ്, ദിവസേന ഞാൻ എൻ്റെ മൂത്രം കഴിക്കും. അങ്ങനെ മൂത്രം കുടിയനായ പ്രധാനമന്ത്രി ഇത് പരിഹസിച്ച് പറഞ്ഞെങ്കിലും കാലം കരുതി വെച്ചൊരു കാവ്യനീതിയായിരുന്നു ഈ ചികിത്സാശാസ്ത്രം. ഇതാണ് ഇന്ന് ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന അസാധാരണമായ, എനിക്ക് ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അത് പിന്നീട് പറയുന്നതാണ്. ചോദ്യകർത്താവിൻ്റെ ചോദ്യം അനുസരിച്ച് പറയുന്നതാണ്. ഇത് തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസത്തോടുകൂടി, അനുഭവ സാക്ഷ്യമാണ്. ഒരു പൈസ, 0 ബഡ്ജറ്റ് ചികിത്സാശാസ്ത്രമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പണം ചിലവാക്കി ക്രോണിക് ഡിസീസ്, സ്ഥായി അസുഖങ്ങൾ ചികിത്സ നടത്തി അവരെയൊക്കെ ജീവിതം വളരെ ഷോർട്ട് സ്പാൻ ആയിട്ട് മാറുന്നു. അതിൽ മൂത്രം എന്ന് പറയുന്നത് ഒരു ശരീരം പുറംതള്ളുന്ന ഒരു മാലിന്യമാണെന്നാണല്ലോ. അങ്ങനെയാണ്, മലത്തെ പോലെ മാലിന്യമാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അലോപ്പതി വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാരൊക്കെ ഒരു കാരണവശാലും അംഗീകരിക്കണം. കാരണം ഇത് ഒരു ശരീരം പുറംതള്ളുന്ന മാലിന്യമാണ്. ആ മാലിന്യം എങ്ങനെ ഔഷധമാകുമെന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം നമ്മുടെ സമൂഹത്തിൽ പൊതുവെ നിറഞ്ഞു നിൽപ്പുണ്ട്, അങ്ങനെ ഒരു ചോദ്യം. പക്ഷേ നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. അതൊരു മാലിന്യമല്ല, ശരീരം പുറന്തള്ളുന്ന മാലിന്യമല്ല, അതൊരു ഔഷധമാണെന്നാണ്. എനിക്ക് ചോദിക്കാവുന്നുള്ള, ഇതൊരു ഔഷധമാണോ? ഡെഫിനറ്റായിട്ട് ഔഷധം. കാരണം അറിയണം, നമ്മളൊക്കെ ജനിച്ച അമ്മയുടെ ഗർഭപാത്രത്തിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് നമ്മൾ കിടക്കുന്നത്. അതിൽ ആ കുട്ടിയുടെ മൂത്രം റീസൈക്കിൾ മൂക്കിൽ കൂടെ വായിൽ കൂടെ സ്വീകരിച്ച് അമ്മയിൽ നിന്ന് പോഷകഘടകങ്ങളൊക്കെ സ്വീകരിച്ച് വളർന്നു വരുന്ന കുട്ടി അത് തന്നെ കഴിച്ച് ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ് നമ്മൾ വളർന്ന് ജീവിച്ചു വരുന്നത്. നമ്മളെ ഫിസിയോളജി അങ്ങനെയാണ് ജീവൻ്റെ തുടിപ്പ് ആരംഭിക്കുന്നത്. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, വൈദ്യശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് വൈദ്യശാസ്ത്രം വലിയൊരു ലോബിയുടെ വ്യവസായം, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വലിയൊരു വ്യവസായ പ്രസ്ഥാനമായി, പ്രോഫിറ്റ് മോട്ടീവാണ്, മണി മോട്ടീവാണ്. അവരതിൻ്റെ ഇടയ്ക്ക് ഈ പ്രചാരമൊക്കെ നടന്നു. പക്ഷേ ഭാഗ്യവശാലോ ബലപ്പെട്ട പല മരുന്നുകളും, യൂറോകൈറസ് എന്ന ഹൃദയത്തിന് ഉപയോഗിക്കുന്ന ലക്ഷം വിലയുള്ള ആ മരുന്നുണ്ടാക്കുന്നത് യുവാക്കളുടെ മൂത്രത്തിൽ നിന്നാണ്. അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മലത്തിൽ നിന്ന് തന്നെ കേട്ടോ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്ത് നമ്മളെ വയറ്റിൻ്റെ അസുഖങ്ങൾക്ക് ഗട്ട് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നുണ്ട്. പ്രചാരം നേടി വരികയാണ്. അതിലൊന്നും ഒരു സാങ്കത്യക്കുറവ് അവർ കാണുന്നില്ല. അങ്ങനെ അസാധാരണമായ ശാസ്ത്രീയമാണ്, ഇത് ആധികാരികമാണ്. വേദങ്ങൾ പോലെ, പുരാണങ്ങൾ പോലെ, സ്മൃതികൾ പോലെ പ്രാമാണികമാണ്. ഇതിൻ്റെ ശിവാംബു കൽപ്പവതി എന്ന പ്രമാണ ഗ്രന്ഥം അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, വിശ്വാസത്തോടെ നിങ്ങളിത് സ്വീകരിച്ചാൽ ഒരു അലർജിയും, ലോകത്ത് മറ്റ് പുറത്തുള്ള വസ്തുക്കളൊന്നും സാധാരണഗതിയിൽ ശരീരം സ്വീകരിക്കത്തില്ല.
പഴങ്ങളും പച്ചക്കറികളും ഒഴിച്ച്. പക്ഷേ നേരെ മറിച്ച് ഇത് കഴിച്ചാൽ ഇത് മെറ്റബോളിക് ഫംഗ്ഷന് വിധേയമല്ല, ഡയറക്റ്റായിട്ട് രക്തത്തിലേക്ക് എത്തുകയാണ്. നമുക്ക് അസാധാരണമായ ഊർജം, ഇത് കഴിക്കുന്ന ആളുകൾക്ക് അസാധാരണമായ ഊർജം, അസാധാരണമായ ഉറക്കം, സ്വാസ്ഥ്യം, ആത്മവിശ്വാസം, മാനസിക പ്രശ്നങ്ങൾക്ക് മാറ്റം, ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ അസുഖങ്ങളും മാറി വരുന്നതിൻ്റെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുടെ അനുഭവ സാക്ഷ്യം ഈ സമ്മേളനങ്ങളിലൂടെ പ്രകാശിതമാകുകയാണ്. അത്ഭുതം തോന്നും. ഇതിൻ്റെ സാങ്കത്യം മനസ്സിലാക്കി ധാരാളം ആളുകൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ യൂറിൻ എന്ന് പറയുന്നത് പിന്നെ ഈ അനുഭവ സാക്ഷ്യത്തിൽ മാത്രമാണോ അതിൻ്റെ ഔഷധ ഗുണം നിങ്ങൾ നിശ്ചയിക്കുന്നത്, അതോ അതിനെ ശാസ്ത്രീയമായിട്ട് അതിലുള്ള ഔഷധ ഗുണങ്ങളെ തെളിയിച്ചിട്ടുണ്ടോ, കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ട്, ശാസ്ത്രീയമായി. കാരണം ഇത് ഞങ്ങളുടെ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പഠനങ്ങൾ നടത്തുന്ന അനുഭവ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ നാസ തുടങ്ങി കാനഡയിലെ പല ലാബുകളും മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠനം നടത്തി കൃത്യമായി പറഞ്ഞാൽ 3079 ഘടകങ്ങൾ, യൂറിയ, വൈറ്റമിൻസ്, മിനറൽസ് തുടങ്ങി ഒട്ടേറെ ഘടകങ്ങൾ, 3079 ഘടകങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഘടകങ്ങൾ, പോഷക സമൃദ്ധമായ ഘടകങ്ങൾ, മെഡിസിനൽ കണ്ടൻസ്, കെമിക്കൽസ്, ഹോർമോൺസ്, ആൻറ്റി ഓക്സിഡൻസ്, വേരിയസ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് തുടങ്ങി 3079 MBBS സിലബസിൽ ഇതിൽ 20 മാത്രമേ അവർ പഠിക്കുന്നുള്ളൂ, ബാക്കിയൊന്നും പഠിക്കുന്നില്ല, സിലബസിൽ വന്നിട്ടില്ല. ആധികാരികമായിട്ട് ഇത് ലോക പ്രസിദ്ധീകരണങ്ങളിലൂടെ പ്രകാശിതമായതാണ്. അതിന് വിശദാംശങ്ങൾ താമസിയാതെ മാധ്യമങ്ങളിലൂടെ നിങ്ങളിലെത്തും. അങ്ങനെ അസാധാരണ ശാസ്ത്രീയമായ പശ്ചാത്തലമുണ്ട്. കാരണം ആലോപ്പതിക്കാരും പഠിക്കാൻ നിർബന്ധിതരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ സംഘടനാ തലത്തിൽ നടക്കുകയാണ്. പാഠ്യപദ്ധതിയിലേക്ക് വരാനുള്ള ശ്രമങ്ങളുണ്ട്. കാലം കരുതി വെച്ചൊരു കാവ്യനീതിയാണ് യൂറിൻ തെറാപ്പി അഥവാ മൂത്ര ചികിത്സ. ഈ മൂത്ര അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ മൂത്രം സേവിച്ചു തുടങ്ങേണ്ടത്? അതൊരു ഔഷധമാണെന്ന് താങ്കൾ പറയുന്നു. നല്ലൊരു ചോദ്യം. ഔഷധം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഒരു സമയക്രമമുണ്ട്, ഒരു രീതിയുണ്ട്. അതിന്റെ പ്രോട്ടോകോൾ. ഔഷധങ്ങൾക്കും അങ്ങനെ ഒരു രീതിയുണ്ട്. ഈ മൂത്ര ചികിത്സ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് മൂത്ര ചികിത്സ തുടങ്ങുന്ന ഒരാള് എങ്ങനെയായിരിക്കണം അതിലേക്ക് സമീപിക്കേണ്ടത്? എങ്ങനെയാണ് ഔഷധം കഴിച്ചു തുടങ്ങേണ്ടത്? അതിന് ക്രമങ്ങളുണ്ടോ? ഉണ്ട്, തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്, അറിയേണ്ടതാണ്. അതായത് സാധാരണഗതിയിൽ ഇത് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ബോധവൽക്കരണത്തിന് വേണ്ടി ധാരാളം ക്ലാസ്സുകൾ ഒരുപാട് ഡസൻ കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ കൂടിയാണ് പിന്നെ ഇത്തരം സത്സംഗങ്ങൾ ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, അന്തർദേശീയ തലത്തിൽ സമ്മേളനം നടത്തുന്നുണ്ട്, പ്രസ് സമ്മേളനം നടത്തുന്നുണ്ട്. വിവരങ്ങൾ, നോട്ട്സുകളെല്ലാം ആധികാരികമായിട്ട് ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു തെറാപ്പിസ്റ്റ്, ഒരു സീനിയർ തെറാപ്പിസ്റ്റിൻ്റെ ഉപദേശം അനുസരിച്ചും അദ്ദേഹത്തിൻ്റെ മോണിറ്ററിലെങ്കിലും ഇത് തുടങ്ങാൻ പാടുള്ളൂ. ഞങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്ന സിസ്റ്റം ഇതാണ്. അതായത് ഇതിന് വേണ്ടത് മാനസികമായ തയ്യാറെടുപ്പ്. ഇത് വെറുക്കപ്പെട്ടതാണ്, ഇത് മലിനമാണെന്നുള്ള തെറ്റായ ഒരു ധാരണയെ അതിജീവിക്കാനുള്ളൊരു മനസാന്നിധ്യം മാത്രം വഴി ഈ നേരിട്ട് ഇതിലേക്ക് കടക്കാം. ഇതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് സാധാരണയായി ഞങ്ങൾ ശുപാർശ ചെയ്യുന്നത് രാവിലെ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ ആദ്യത്തെ മൂത്രം, അതിനകത്ത് മെലാറ്റോണിൻ, സിറാറ്റോണിൻ എന്ന് പറയുന്ന 2 ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസ് നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നതിന്, അത് ഊർജ്ജസ്വലത ഉണ്ടാകുന്നതിന്, പ്രതിരോധ ശക്തി ഉണ്ടാകുന്നതിന് സഹായകരമാണെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഇത് 10 മില്ലി തുടക്കക്കാർ അത്രയും 10 മില്ലി കൂടെ 5 മില്ലി തേനും കൂടെ ചേർത്ത് നല്ല സ്വാദിഷ്ടമായി നുണഞ്ഞ് നമുക്ക് ഒരു ഇക്കിളിയോടുകൂടി കഴിക്കാം. ഒരരുചിയും തോന്നത്തില്ല. രാവിലെ 10 ml, രാത്രി 10 ml, അങ്ങനെ ഒരാഴ്ച അത്തരത്തിൽ കഴിക്കാം. അത് കഴിഞ്ഞ ശേഷം കഴിക്കണമെന്ന് പറയുമ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മുടെ വാ പോലും ഒരിക്കലും വാ കഴുകരുതെന്നാണ് നിർദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ രാത്രി ഉറക്കത്തിൻ്റെ ഫലമായിട്ട് ധാരാളം പ്രീബയോട്ടിക് ബാക്ടീരിയ നമ്മളെ ഉമിനീരുമായിട്ട് ചേർന്ന് ശരീരത്തിൻ്റെ പ്രതിപ്രവർത്തന ഫലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമ്മളെ വയറ്റിലേക്ക് ചെല്ലേണ്ടതാണ്. ചെന്നു കഴിഞ്ഞാൽ ഈ പ്രോബയോട്ടിക് ചെല്ലുക വഴി നമ്മൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല ആക്റ്റീവ് ആകും. അതുകൊണ്ട് വെറും വയറ്റിൽ എണീറ്റാൽ ഉടനെ ടോയ്ലറ്റിൽ പോയി ഇത് കഴിക്കുക. ഒരാഴ്ച 10 ml വെച്ച് കഴിക്കുക, രാവിലെയും രാത്രിയും. രണ്ടാമത്തെ ആഴ്ച 25 ml ആക്കാം. എന്ന് പറയുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പാണ്. അതെ, രാത്രി ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് ടോയ്ലറ്റിൽ പോയി യൂറിൻ പാസ് ചെയ്യുമ്പോൾ പിന്നെ എടുക്കേണ്ടത് ഒരു പ്രത്യേകമുണ്ട്, നിർദ്ദേശിച്ചിട്ടുണ്ട്. ശിവാംബു കൽപ്പവിധിയിൽ സ്വർണ്ണപാത്രം, വെള്ളിപ്പാത്രം, ഓടുപാത്രം, അത് കഴിഞ്ഞാൽ നമ്മളെ മൺകലങ്ങൾ, അത് കഴിഞ്ഞാൽ ചില്ല് ഗ്ലാസ്. ഒരിക്കലും PVC മെറ്റീരിയൽസുള്ള ഗ്ലാസ്സിനകത്ത് ഉപയോഗിക്കരുത്. അതിന് സ്റ്റീൽ മറ്റൊരു മാർക്കും ഇല്ലെങ്കിൽ, മറ്റൊന്നും ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഉപയോഗിക്കാം, ഗ്ലാസ് ഉപയോഗിക്കാം.
ഒരിക്കലും PVC പ്ലാസ്റ്റിക് ഗ്ലാസ് ഉപയോഗിക്കരുത്. ഇതിലെടുക്കുക. എടുത്തതിന് ശേഷം കൃത്യമായി 10 ml ഒരു കണ്ടെയ്നറിൽ എടുത്തതിന് ശേഷം 5 ml തേനും കൂടെ ചേർത്ത് കഴിക്കാം. ഒരു അരുചിയില്ല. രാവിലെയും രാത്രി ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് 25 ml ആക്കാം. 25 ml രണ്ടാമത്തെ ആഴ്ച, മൂന്നാമത്തെ ആഴ്ച ഇത് 50 ml ആകാം, രാത്രി 50 ml ആകാം. നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് മൂന്നാമത്തെ ദിവസം മുതൽ അനുഭവം ഉണ്ടാകും. നല്ല സുഖകരമായ ഉറക്കം ഉണ്ടാകും. യൂറിനറി ടെൻഡൻസി കുറയും. അസാധാരണമായ ഊർജ്ജം നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. പ്രതിരോധ പ്രവർത്തനം ശക്തമായി തുടങ്ങും. അല്ല, ഈ UT അതായത് യൂറിൻ തെറാപ്പി എന്നൊരു വിഭാഗമാണ്. കാരണം ഇവിടെ പറഞ്ഞു കേട്ടതും ഈ സമ്മേളനത്തിൽ പലതും താങ്കൾ തന്നെ പറഞ്ഞതും ഇവിടെ പൊതുവെ പറഞ്ഞു കേട്ടതും യൂറിൻ തെറാപ്പിയെ കുറിച്ചാണ്. അതെ. എന്താണ് ഈ യൂറിൻ തെറാപ്പി, എന്താണ് യൂറിൻ ചികിത്സ, ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? യൂറിൻ തെറാപ്പി എന്ന് പറയുന്നതാണ് യൂറിൻ ചികിത്സ. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവുമാണ്. അതായത് ഇതൊരു ചികിത്സാ ശാസ്ത്രം എന്നതിൽ പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ മരുന്ന് കഴിച്ച് അസുഖം മാറ്റുന്നൊരു സംസ്കാരമാണ്. അങ്ങനെ ചികിത്സാ ശാസ്ത്രമാണ് നിലവിലുള്ളത്. ഇതൊഴിച്ച് ബാക്കി എല്ലാ ചികിത്സാ ശാസ്ത്രങ്ങളും പ്രകൃതി ജീവനം ഒഴിച്ച് ഇത് പ്രകൃതി ജീവനമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ചികിത്സാ ശാസ്ത്രമാണ്. ഇതിൻ്റെ പ്രയോജനം പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ മൂത്രപാനത്തോടൊപ്പം സാത്വിക ആഹാരത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട്. അത് സാത്വികമല്ലാത്ത ആഹാരങ്ങൾ, അത് നെഗറ്റീവ് ഫുഡ്, അതായത് നമ്മൾ ആൽക്കലിൻ ഫുഡാണ് കഴിക്കേണ്ടത്, അസിഡിക് ഫുഡ്. അതിന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് വെജിറ്റേറിയൻ ആവുക, നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുക, സ്റ്റാർച്ചി ഫുഡ് കുറയ്ക്കുക, പാലിൻ്റെ പ്രോഡക്ട്സും നെയ്യ്, തൈര് ഒഴിച്ച് ബാക്കിയുള്ളത് ഒഴിവാക്കുക, ധാരാളം പച്ചക്കറികൾ കഴിക്കുക, പഴങ്ങൾ കഴിക്കുക, വ്യത്യസ്ത തരം ഡ്രൈ നട്ട്സ് ഉപയോഗിക്കുക, സീഡ്സ് ഉപയോഗിക്കുക, ജ്യൂസുകൾ ഉപയോഗിക്കുക. പിന്നെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് തെറാപ്പികളുണ്ട്. നാച്ചുറോപ്പതി, സ്റ്റൈൽ ഓഫ് ഫുഡ്, അക്യുപഞ്ചർ, വാട്ടർ തെറാപ്പി, മ്യൂസിക് തെറാപ്പി, യോഗ തെറാപ്പി, സൂര്യയോഗ തെറാപ്പി. ഇത്രയും കൂടെ ചേർത്ത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഇത് 2 കൈ നീട്ടി സ്വീകരിക്കുന്ന 10,000-കണക്കിന് ആളുകൾ എല്ലാ മരുന്നുകളും ഒഴിവാക്കി എൻ്റെ അനുഭവത്തിലേക്ക് അവസാനം നമ്മൾ വരുന്നുണ്ട്. കേട്ടാൽ നിങ്ങൾക്ക് വിശ്വാസം തോന്നുകയില്ല. ദിവസം പല അസുഖങ്ങൾക്കായിട്ട് 13 മെഡിസിൻ ഉപയോഗിച്ച ആളാണ്. കൃത്യമായി 3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാർഡിയോ മെഡിസിൻ ഒഴിച്ച് ബാക്കി എല്ലാം സ്റ്റോപ്പ് ചെയ്തു. കൃത്യം 6 മാസമാണ് അവർ നിർദ്ദേശിക്കുന്ന പൂർണ്ണ മാനസിക ശാരീരിക സൗഖ്യം വിത്തിൻ അവർ നിഷ്കർഷിച്ചനുസരിച്ച് കൃത്യമായി യൂറിൻ തെറാപ്പി വലിച്ച 6 മാസം കൊണ്ട് സകല അസുഖങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാകും. നമുക്കൊരു 10 അല്ലെ 20 വയസ്സ് ചെറുപ്പമായി അനുഭവപ്പെടും. നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം വളരെ എനർജറ്റിക്കും വൈബ്രൻറ്റും ആകും. ഈ യൂറിൻ തെറാപ്പി എന്ന് പറയുന്നത് ഉള്ളിൽ സേവിക്കുന്നത് മാത്രമാണോ അതോ ലേപനം ഈ ചികിത്സയുടെ ഭാഗമാണ്? അതെ, അത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. കാരണം ഉള്ളിൽ സേവിക്കുക എന്നുള്ളത് ഇൻറ്റേർണൽ ഓർഗൻ നല്ല പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടി. അത് മാത്രം പോരാ, ഫ്രഷ് യൂറിൻ കഴിക്കുമ്പോൾ അതിന് ലിമിറ്റേഷനുണ്ട്, സ്പീഡി റിക്കവറി കിട്ടില്ല. അതിനുവേണ്ടി ആചാര്യന്മാർ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. പുറമേ മസാജ് ചെയ്യുക. അതായത് മസാജ് ചെയ്യുന്നതിന് നിഷ്കർഷിക്കുന്ന കഴിയുമെങ്കിൽ 7 ദിവസം പ്രായമുള്ള ഏജ്ഡ് യൂറിൻ 7 ദിവസം കിട്ടുന്നത് വരെ നമ്മൾ ആദ്യ ദിവസം തുടങ്ങുന്ന ഒരാൾ 10 ml എടുത്തു കഴിഞ്ഞാൽ ബാക്കി ധാരാളം ഏതാണ്ട് 1.5 ലിറ്ററോളം കിട്ടും. അത് ചില്ല് പാത്രത്തിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അതിൽ നിന്നൊരു 200 ml എടുത്ത് നിങ്ങൾ വൈകുന്നേരം, ക്രോണിക് ഡിസീസ് ഇല്ലാത്ത ആളുകൾ വൈകുന്നേരം ഇത് ശരീരം മുഴുവൻ തേച്ച് പിടിപ്പിക്കുക 3/4 മണിക്കൂർ. അത് കഴിഞ്ഞതിന് ശേഷം അത് ഡ്രൈ ആവുന്നതിന് 10 മിനിറ്റ് 15 മിനിറ്റ് അനുവദിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കുളിക്കാം. കുളിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും സോപ്പ്, ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും ഉപയോഗിക്കരുത്. നിർദ്ദേശിക്കുന്നത് പൊടിച്ച പയറ് പിന്നെ കടല മാവ് ഇത് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? രോമ സുഷിരങ്ങളിൽ കൂടി ഇത് ശരീരം സ്വീകരിക്കുക, ശരീരം കുടിക്കുകയാണിത്. ഡയറക്റ്റായിട്ട് നമ്മളെ മിനിറ്റുകൾക്കുള്ളിൽ രക്തത്തിലേക്ക് ചെല്ലും. അത് യഥാർത്ഥ ശരീരം കുടിക്കുകയാണ്. പക്ഷേ ഏജ്ഡ് യൂറിൻ എന്ന് പറഞ്ഞ പ്രതിഭാസമുണ്ട്. അത് ഫ്രഷ് യൂറിനേക്കാൾ ഉയർന്ന പവർഫുൾ ആൻഡ് സൂപ്പർ സ്ട്രക്ചേർഡ് വാട്ടറാണ്, സ്വർണ്ണിമ ജലമാണ്. അതിലേക്ക് പിന്നെ നമുക്ക് പിന്നീട് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂറിൻ ലേപനം, ശരീരത്തിൽ ലേപനം ചെയ്യുന്നു, അതൊരു നല്ലൊരു ചികിത്സാ രീതിയാണെന്ന് പറയുന്നുണ്ട്. മസാജ്, യൂറിൻ മസാജിങ് എന്നാണ് അതിനെ പറയുന്നത്. അതെ. അങ്ങനെയാണെങ്കിൽ അത് ത്വക്ക് രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാകും. ഏറ്റവും കൂടുതൽ പ്രയോജനം നമ്മൾ മാരകമായ മരുന്ന് കഴിക്കുക വഴി, അതിൻ്റെ പ്രതിപ്രവർത്തനം വഴി. ഞാനത് അനുഭവസ്ഥനാണ്. ശരീരം മുഴുവൻ അഗ്ലിയായി മാറി, വിരൂപമായി മാറി. മരുന്നുള്ള പാർശ്വഫലമായിട്ട് ഈ മരുന്ന് പുറന്തള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൻ്റെ തനിമ നഷ്ടപ്പെടും, മൃദുത്വം നഷ്ടപ്പെടും, ചെറിയ പരിക്കൾ പ്രത്യക്ഷപ്പെടും, വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടും. സോറിയാസിസ് എന്ന് പറയുന്നത് അതാണ് കൂടുതൽ അനുഭവിക്കുന്നത്. അവരാണ് ഏറ്റവും വലിയ ഭാഗ്യവന്മാർ. പുറത്ത് ആളെ ഫേസ് ചെയ്യാൻ ഒക്കാത്ത സാഹചര്യം. എനിക്കൊരു അഗ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പോട്ട് ഉണ്ടായിരുന്നു 12 മെഡിസിൻ കഴിക്കുക വഴി. പക്ഷേ നിർഭാഗ്യവശാൽ കേട്ടോ, സ്റ്റിറോയിഡ് മെഡിസിൻ റെക്കമെൻഡ് ചെയ്തു. അത് ഞാൻ ഉപയോഗിച്ചില്ല. ആ സമയത്താണ് ഒരു സുഹൃത്ത് യൂട്യൂബ് വീഡിയോയിൽ കൂടി ഞാൻ കണ്ടത്. അദ്ദേഹം പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ്
ട്രീറ്റ്മെൻറ്റിന് 5 വർഷം മരുന്ന് കഴിച്ചിരുന്ന ആൾ UT പുസ്തകം വായിച്ച് UTയിലേക്ക് വന്നു. അത് ഉപയോഗിച്ച് 3 മാസം കഴിഞ്ഞ് അദ്ദേഹം 5 വർഷം കൊണ്ട് ഉപയോഗിച്ച മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത്. അങ്ങനെയാണ് ഇതിൻ്റെ ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്ന ആധികാരിക പുസ്തകം വരുത്തി ഞാൻ വായിച്ച് ഞാൻ അതിലേക്ക് കടന്നു. എൻ്റെ സ്കിൻ പ്രോബ്ലം 99% മാറി. അത് മസാജ് ചെയ്യുക വഴി ശരീരം ആഗിരണം ചെയ്യുക. ആഗിരണം ചെയ്യുമ്പോഴത്തേക്ക് ത്വക്ക് വളരെ മൃദുത്വമാകും. നമുക്ക് പ്രായം വളരെ കുറഞ്ഞതുപോലെ അനുഭവപ്പെടും. നമുക്ക് തന്നെ അഭിമാനം തോന്നും. മറ്റ് പല ഭാഗങ്ങളെ പോലെ സ്വാഭാവികമായിട്ടും സ്കിന്നിന് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു ചികിത്സാശാസ്ത്രമാണ് UT അഥവാ യൂറിൻ തെറാപ്പി. സാർ നേരത്തെ പറഞ്ഞു ഈ ഫ്രഷ് യൂറിൻ ആൻഡ് ഏജ്ഡ് യൂറിൻ എന്ന്. ഇത് രണ്ടും തമ്മിൽ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട്. ഓക്കെ, ഫ്രഷ് യൂറിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് നമ്മൾ മൂത്രം മുട്ടുമ്പോൾ ജലസംഭരണി നിറയുമ്പോൾ നമ്മൾ യൂറിനറി ബ്ലാഡർ നിറയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. ഉടനെ നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകും. ഈ ടോയ്ലറ്റിലേക്ക് പോകുന്ന ഇത് നമ്മൾ വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് ടോയ്ലറ്റിലേക്ക് പോയി അവിടെ ബാത്റൂമിൽ വൃത്തിയായി വളരെ ഹൈജീനിക് ആയിരിക്കണം. ഈ ഓരോ ദിവസവും ഇതെടുക്കുന്ന പാത്രം നമ്മൾ കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കി വെച്ചേക്കണം. വളരെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യേണ്ട, വളരെ ദൈവികമായ അച്ചടക്കത്തോടെ സമർപ്പണത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ചികിത്സാശാസ്ത്രമാണ്. മറ്റ് മെഡിസിൻ പോലെയല്ല. അപ്പോൾ അത് ഫ്രഷ് യൂറിൻ എടുത്ത് പുതിയ യൂറിൻ എടുത്ത് നമ്മൾ അപ്പോഴ് തന്നെ കഴിക്കേണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ പ്രാമാണിക ഗ്രന്ഥമായ ശിവാംബു കൽപ്പവിധിയിൽ പറയുന്നൊരു കാര്യമുണ്ട്. 3 മന്ത്രങ്ങളോടുകൂടിയാണ് ഇത് നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടതും. കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട 3 മന്ത്രങ്ങളുണ്ട്. അതുകൂടി സാന്ദർഭികമായി എന്ന് പറയുകയാണ്. ശിവാംബു കൽപ്പവിധിയിൽ 46-47 ശ്ലോകങ്ങളിൽ പറയുന്ന 3 മന്ത്രങ്ങൾ. മൂത്രം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഗ്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് സർവസൃഷ്ടി പ്രഭവ രുദ്രായ നമഃ. ഇത് പരമശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതായത് സർവസൃഷ്ടികളുടെയും പ്രണേതാവായ രുദ്ര ഭഗവാനെ എൻ്റെ പ്രണാമം, മൈ സല്യൂട്ടേഷൻസ് ടു രുദ്ര ഭഗവാന്റെ സാത്വിക ഭാവമാണ്. ഇതെടുത്തതിന് ശേഷം നമ്മൾ കുടിക്കുന്നതിന് മുമ്പ് തൊഴുകൈയോടെ മൂത്രം കയ്യിലെടുത്ത് വെച്ച് ഒരു മന്ത്രമുണ്ട്. ഓം ഹ്രീം ക്ലീം ഭൈരവായ നമഃ. ഭൈരവായ നമഃ എന്ന സല്യൂട്ടേഷൻസ് ടു കാലഭൈരവ. ഇറ്റ് മീൻസ് അത് ഡിസ്ട്രക്റ്റീവ് ഡെഡ്ലി ഫോം ഓഫ് ശിവ, താമസ ഗുണം ഉള്ള ഭഗവാനെ പ്രണമിക്കണം. എല്ലാ നെഗറ്റിവിസ്റ്റ് ഇല്ലാതാക്കണം എന്ന് അഭ്യർത്ഥിച്ചതിന് ശേഷം നമ്മളിത് പാനം ചെയ്യുമ്പോൾ അവസാനം വരെ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഓം ശ്രീം ക്ലീം ഉദ്ധമനേശ്വരായ നമഃ. അതായത് ഭഗവാന്റെ രജോഭാവം എല്ലാ അസുഖങ്ങളെയും ശമിപ്പിക്കുന്ന, എല്ലാ നെഗറ്റിവിറ്റീസിനെ ഇല്ലാതാക്കുന്ന, അമൃതന് സമാനമായ എൻ്റെ സത്വമായ ആത്മാവായ ജീവൻ പോലെ പ്രാണൻ പോലെ പ്രകൃതി വരദാനമായിട്ട് തന്നത് ഞാൻ പൂജിക്കുകയാണത്. കുടിച്ച് തീരുന്നതില്ല. കുടിക്കുമ്പോൾ ഒരു പ്രോട്ടോക്കോളുണ്ട്. വെള്ളം കുടിക്കുന്നത് പോലെ ചായ കുടിക്കുന്ന പോലെ അല്ല കഴിക്കേണ്ടത്. പരമാവധി സമയം എടുത്ത് ഒരേ സമയം 5 ml വായിക്കകത്തെടുത്ത് ഒരു 5 സെക്കൻഡ് വരെ ശരിക്കൊന്ന് ഉലുക്കൊഴിഞ്ഞതിന് ശേഷം തൊണ്ടയിൽ 1 സെക്കൻഡ് നിർത്തിയതിന് ശേഷം മെല്ലെ തഴുകി തലോടി നമുക്കൊരു ഇക്കിളി അനുഭവപ്പെടും. അങ്ങനെ നമ്മളെ കണ്ടു അന്നനാളവും അറിഞ്ഞ് സംവദിച്ച് ഉള്ളിലേക്ക് ചെല്ലുക. അപ്പം ഇത് ഡൈജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എൻസൈം ഒന്ന് കരൾ വിടണ്ട. നേരിട്ട് ഇത് നമ്മൾ ആമാശയത്തിൽ തന്നെ ഡയറക്റ്റ് ചെറുകുടലിലേക്ക് വന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുകയാണ്. അത്ഭുതകരമായ ഹീലിംഗ് പ്രോസസ്സാണ് നടക്കുന്നത് ആ സമയത്ത്. നമസ്കാരം, ഞാൻ സപ്താഹ ആചാര്യൻ ജല്ലാതരൻ. ന്യൂസ് ഫോർ നേഷൻ്റെ ഭാഗമായിട്ട് ഈ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു അന്താരാഷ്ട്ര യൂണിവേഴ്സൽ യൂറിൻ യൂസേഴ്സ് യൂണിറ്റിയുടെ ഭാരവാഹി എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇന്ന് രാവിലെ തുടങ്ങിയ, അതായത് മെയ് 13 തുടങ്ങി നാളെ അവസാനിക്കുന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ്. ലോകത്ത് പല രാജ്യങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഗോവയിൽ വെച്ചായിരുന്നു. ഇപ്രാവശ്യം അത് സ്വാഭിമാനം പറയട്ടെ കേരളത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഇന്ത്യക്കകത്തും പുറത്തുള്ള ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു. മഹത്തായ ഒരു ചികിത്സാശാസ്ത്രം, ദർശനശാസ്ത്രമായ യൂറിൻ തെറാപ്പി, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്ന് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഭാരതത്തിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു ചികിത്സാ ദർശനശാസ്ത്രമാണ്. അതിൻ്റെ ചരിത്രത്തിൽ നമുക്ക് തുടങ്ങാം. കാരണം 10,000 വർഷങ്ങൾക്ക് മുൻപ് ഋഗ്വേദത്തിലാണ് ആദ്യമായി ഇതേക്കുറിച്ച് പരാമർശമുള്ളത്. വേദം എന്നാൽ നിങ്ങൾക്കറിയാം, ഭഗവാൻ സ്വസൃഷ്ടിയെ അനുഗ്രഹിക്കാൻ വേണ്ടി വെളിപ്പെടുത്തിയ ശബ്ദബ്രഹ്മമാണ് വേദം. ഈ വേദം പ്രകൃതിയിലുള്ള എല്ലാ ജീവികളിലും ആത്മാവിൽ തുടിക്കുന്ന മഹത്തായ ഒരു പ്രതിഭാസമാണ്. അതാണ് വേദം.
ഈ വേദത്തിലാണ്, ഋഗ്വേദത്തിൽ 4 വേദങ്ങളുണ്ട്. ഋഗ്വേദത്തിലാണ് 10,000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഓം ധനുരേവ ധന്യോ അസ്തു ഭേഷജം. അതായത് മനുഷ്യനിലുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കുമുള്ള മരുന്ന് ഭേഷജം അവൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. മഹത്തായ ഈ ദർശനശാസ്ത്രം 10,000 വർഷങ്ങൾ പ്രകാശിതമായെങ്കിലും ഇത് ലിഖിത രൂപത്തിൽ വാമൊഴിയിലൂടെ നമുക്ക് കിട്ടുന്നത് 5700 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ ദർശനശാസ്ത്രങ്ങളൊക്കെ രചിച്ച വേദവ്യാസ ഭഗവാനിലൂടെയാണ്. അദ്ദേഹം മഹത്തായ ദർശനശാസ്ത്രങ്ങൾ രചിച്ചതിന് ശേഷം വളരെ ഖിന്നനായി കാണപ്പെട്ടു. മൂലസ്വരൂപം വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ദേവനായി ധന്വന്തരി മഹർഷി പ്രത്യക്ഷപ്പെട്ടു. അവർ തമ്മിലുള്ള സംവാദത്തിലൂടെ മഹത്തായ ദർശനശാസ്ത്രം പ്രകാശിതമാകുന്നതിന് കാരണമായി. അദ്ദേഹം വേദവ്യാസന് ലീനനായി. അങ്ങനെ രചിക്കപ്പെട്ട മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഡാമർ തന്ത്ര. അതിൻ്റെ രചന 5200 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് കരുതപ്പെടുന്നു. അതിലെ പ്രസക്തമായൊരു അധ്യായമാണ് ശിവാംബു കൽപ്പവിധി. 107 ശ്ലോകങ്ങളുള്ള മഹത്തായ ദർശനശാസ്ത്രം ശിവഭഗവാൻ. സാർ, നമുക്ക് ശിവാംബുവിലേക്ക് പിന്നീട് പോകാം. നമുക്കിപ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഈ മൂത്ര ചികിത്സ എന്നൊരു വിഭാഗമുണ്ട്, എന്നൊരു ബ്രാഞ്ച് ഉണ്ടോ? എന്താണ് ഈ മൂത്ര ചികിത്സ? നല്ലൊരു ചോദ്യമാണ്. അതായത് മൂത്ര ചികിത്സ എന്ന് പറയുമ്പോൾ ഡാമർ തന്ത്രയിലൂടെ ശിവാംബു കൽപ്പവിധിയിൽ നിർദ്ദേശിക്കപ്പെട്ടതാണ്. കാരണം മനുഷ്യനുള്ള എല്ലാ അസുഖങ്ങൾക്കുമുള്ള മരുന്ന് അവരുടെ മൂത്രത്തിൽ കൂടി പ്രകാശിതമായിരിക്കുന്നത്. അതായത് നമ്മളെ രക്തത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് മൂത്രം. അതായത് രക്തത്തിലുള്ള ഏതാണ്ട് പ്ലാസ്മ ഒഴിച്ച് ബാക്കി എല്ലാ ഘടകങ്ങളും അതിൻ്റെ 1% മാത്രം പ്ലാസ്മ കിഡ്നിക്ക് അരിക്കാൻ കഴിയില്ല. ബാക്കിയുള്ളതൊക്കെ കൊടാനുകൂടി നെഫ്രോണിൽ കൂടി അരിപ്പുകൾ കൂടി അരിച്ച് നമ്മൾ ജലസംഭരണിയിലേക്ക് വരുന്ന അത് മുഴുവൻ സംഭരിക്കാനും റീസൈക്കിൾ ചെയ്യാനും കഴിയാത്തതിൽ പുറത്തേക്ക് പോകുന്നു. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ അത് തിരിച്ച് ശരീരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആൻറ്റി ഓക്സിഡൻ്റാണ്, ആൻറ്റിബയോട്ടിക്കാണ്, സർവ്വരോഗ സംഹാരിയാണ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ നെക്ടർ. അതായത് അമൃതാണെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ദർശനശാസ്ത്രങ്ങളെല്ലാം. ആയുർവേദ ശാസ്ത്രങ്ങളിലും ബൈബിളിലും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2100 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ബൈബിൾ എഴുതിയിരിക്കുന്നത് നിൻ്റെ ജലസംഭരണിയിൽ നിന്ന് ജലം കഴിച്ച് നീ രോഗവിമുക്തനാകും. നമ്മൾ അഷ്ടാംഗ ഹൃദയത്തിലും ശരക സുശ്രുത സംഹിതയിലുമൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി സന്യാസി ശ്രേഷ്ഠന്മാർ ഇതിനെ ആചരിച്ചു പോന്നു. കൃത്യമായി പറഞ്ഞ 2500 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീബുദ്ധ ഭഗവാൻ തൻ്റെ അനുയായികൾക്ക് വനാന്തരത്തിൽ നിന്ന് ധ്യാനം, യോഗ, കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് രോഗം വരാതിരിക്കാനും പ്രിവെൻറ്റീവ് ഹെൽത്ത് പ്രതിരോധ മാർഗത്തിനും അദ്ദേഹം നിർദ്ദേശിക്കപ്പെട്ടതാണ്. അതായത് മൂത്രപാനം, മസാജ്. അങ്ങനെ 2000 വർഷങ്ങൾക്ക് ശേഷം സന്യാസി ശ്രേഷ്ഠന്മാരിൽ ഒതുങ്ങി നിന്നു. അതിൽ നിന്ന് ആധുനിക ലോകത്ത് പ്രകാശിതമായത് ബ്രിട്ടീഷുകാരനായ യൂറിൻ തെറാപ്പിസ്റ്റായ WJ ആംസ്ട്രോങ്ങിലൂടെയാണ്. ചന്ദ്രൽ പോയ ആംസ്ട്രോങ് അല്ല. അദ്ദേഹം 26 വയസ്സായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഡയബറ്റീസ് പിടിപെട്ടു. കടുത്ത ഡയബറ്റീസിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടും കുറവ് വന്നില്ല. അദ്ദേഹത്തിന് ക്ഷയം, ട്യൂബർകുലോസിസ് പിടിപെട്ട് അദ്ദേഹത്തിന് ദിവസങ്ങളിൽ എണ്ണപ്പെട്ടു എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഖിന്നനായ അദ്ദേഹം, ക്രൈസ്തവ വിശ്വാസി അദ്ദേഹം, പഴയ ബൈബിൾ വായിച്ചപ്പോഴാണ് മഹത്തായ ദർശനശാസ്ത്രം നിൻ്റെ റിസർവോയറിൽ നിന്ന് ജലസമ്പന്നിൽ നിന്ന് ജലം കഴിച്ച് അതിൽ നിന്ന് മോചിതനാകുക. അങ്ങനെ അദ്ദേഹം പരീക്ഷണാർത്ഥം എൻ്റെ ജലസംഭരണി, എൻ്റെ മൂത്രസഞ്ചി, പുറത്തു വരുന്ന മൂത്രമാണ്, അദ്ദേഹം പാനം ചെയ്ത് തുടങ്ങി. 2ാമത്തെ ദിവസം മുതൽ ഒരു ദിവസം പഴക്കമുള്ള യൂറിൻ ഉപയോഗിച്ച് കഴിഞ്ഞു. അത്ഭുതകരമെന്ന് പറയട്ടെ, 3 ആഴ്ച കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് പ്രകടമായ മാറ്റം ഉണ്ടായി. താങ്കൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പരമശിവനും ഇത് ഉപയോഗിച്ചിരുന്നു, ഋഗ്വേദ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഹിമാലയത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർ ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ബുദ്ധ ഭഗവാൻ ഇത് നിർദ്ദേശിച്ചിട്ടുണ്ട്, ബുദ്ധൻ പറയുന്നുണ്ട്. ബൈബിളിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം പറയുമ്പോഴും ഖുറാനിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശമോ അതിനെന്തെങ്കിലും? ഖുറാനെ സംബന്ധിച്ചിടത്തോളം ഈ മൂത്രം അവർക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. പക്ഷേ ഒട്ടകത്തിൻ്റെ മൂത്രം കഴിക്കാൻ ഖുറാനിൽ നിർദ്ദേശിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ഒരനുഭവം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ആളുകളാരും ഇത് സാധാരണഗതിയിൽ സ്വീകരിക്കില്ല. പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ ധാരാളം മുസ്ലിങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന് യൂറിൻ ഉപാസകരായി മാറി അസുഖങ്ങൾ മാറിയ ഒട്ടേറെ പേരുണ്ട്. ഗൾഫിൽ നിന്ന് പലരും എന്നെ വിളിക്കും.
ഇസ്ലാമിക സുഹൃത്തുക്കൾ അവരിത് പാലിച്ചു തുടങ്ങി. അവർക്കും അവരുടെ പ്രായം ചെന്ന അച്ഛനും അമ്മയ്ക്കും അമ്മായിയപ്പനും ഒക്കെ കൊടുത്തു തുടങ്ങി. അസാധാരണ വിധം ആശ്വാസം കിട്ടി. പിന്നെ ഒരു സംഭവം ആധികാരികമായിട്ട് പറയുന്നുണ്ട്. മഹാനായ മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം അദ്ദേഹത്തിന് കുടുംബമായിട്ട് കഴിയുമ്പോൾ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. പേര് ഞാൻ ഓർക്കുന്നില്ല. ഒരു ദിവസം രാത്രി കാലങ്ങളിൽ പുറത്തു പോയി മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പ്രവാചകൻ മൂത്രം ഒരു അന്നത്തെ മൺകലത്തിൽ അദ്ദേഹം രാത്രി എടുത്ത് കട്ടിലടി സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു. ഒരു ദിവസം അർദ്ധരാത്രിയിൽ ജോലിക്കാരിക്ക് അസാധാരണമായ വേദന അനുഭവപ്പെട്ടു. പ്രവാചകനെ ഉണർത്തേണ്ടെന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടിച്ചില്ല, ആരോടും പറഞ്ഞില്ല. എന്ത് വേദനയാണ്? വയറ്റിന് അസാധാരണമായ വേദന അനുഭവപ്പെട്ട് പെട്ടെന്ന് തന്നെ അല്പം വെള്ളം കുടിക്കാനുള്ള പരിവേശം കൊണ്ട് അടുക്കളയിൽ പോയപ്പോൾ വെള്ളമെല്ലാം തീർന്നു. അടുത്ത ദിവസമാണ് വെള്ളം എടുക്കേണ്ടത്. മണ്ഡലരണ്ടിക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. മരണവെപ്രാളം കൊണ്ട് വേദന സഹിക്കാൻ വയ്യാതെ അവർ വീട്ടിൽ എവിടെയെങ്കിലും വെള്ളം ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ എവിടെയില്ല. അവസാനം പ്രവാചകൻ്റെ മുറിയിൽ അനുവാദം ഇല്ലാതൊക്കെ സാധാരണ കയറില്ല, പക്ഷെ അവിടെ പ്രവാചകൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാവും. അദ്ദേഹം രാത്രി വെള്ളം കരുതുന്ന ഒരാളാണെന്ന് വിചാരിച്ച് ഈ ജോലിക്കാരി അകത്ത് വന്ന് നോക്കിയപ്പോൾ കട്ടിലിനടിയിൽ ഒരു മൺകുലം ഇരിക്കുന്ന വെള്ളമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഈ വേലക്കാരി അതെടുത്ത് കുടിച്ചു, വയറ് നിറച്ച് കുടിച്ചു. അവർ പോയി കിടന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ വേദന കുറഞ്ഞു തുടങ്ങി. കൃത്യം 30 മിനിറ്റ് ആയപ്പോൾ വേദന പൂർണ്ണമായിട്ട് മാറി. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ വീട്ടമ്മയോട് പ്രവാചകൻ്റെ ഭാര്യയോട് പറഞ്ഞ് രാത്രി ഭയങ്കര വേദന വന്നു, നീ എന്ത് ചെയ്തു, എന്നെ വിളിക്കായിരുന്നത്. അപ്പോൾ കൊച്ചമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് പ്രവാചകൻ്റെ അവിടെ വെള്ളം ഉണ്ടായി എടുത്ത് കുടിച്ചു. അപ്പോഴും ഞെട്ടിപ്പോയി, അയ്യോ അത് വെള്ളമല്ല, പ്രവാചകൻ രാത്രി പുറത്ത് പോകത്തില്ല, മൂത്രമാണ് നീ എടുത്ത് കുടിച്ചത്. അപ്പോൾ അസാധാരണ ഓർക്കുന്നത് പ്രവാചകൻ്റെ മൂത്രമല്ലേ, പുണ്യവെള്ളമാണെന്ന് അവർ വിചാരിച്ചു. അടുത്ത ദിവസം അദ്ദേഹം ഇത് കൊണ്ട് കളയാനായിട്ട് നോക്കിയപ്പോൾ മൂത്രം അതിനകത്തില്ല. ഭാര്യയോട് വിളിച്ചു ചോദിച്ചു, എന്ത് പറ്റി മൂത്രം? അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി തിരുമേനി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആപത്ത് ഘട്ടത്തിൽ മറ്റൊരു മാർഗം ജലം കിട്ടാതെ വരുമ്പോൾ ജീവൻ നിലനിർത്താൻ മൂത്രം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, അവൾ ചെയ്തത് നല്ല കാര്യമാണ് എന്നൊരു പരാമർശം ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പര അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചോദിക്കട്ടെ, നമ്മുടെ സമൂഹത്തിൽ ഇത് ഇപ്പോഴും മൂത്രം ഉപയോഗിക്കുന്നതും അത് ചികിത്സയായിട്ട് ഉപയോഗിക്കുന്നതും മരുന്നായിട്ട് ഉപയോഗിക്കുന്നതും ശരിയല്ല എന്നുള്ള ധാരണ, നിങ്ങളുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഇപ്പോഴും നേരിടുന്നു. അത് മാറ്റിയെടുക്കാൻ എത്രമാത്രം ഒരു പരിശ്രമം ഈ സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകും? അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമോ? മൂത്ര ചികിത്സ ഫലപ്രദമായ ഒരു ചികിത്സയായിട്ട് പ്രചാരം നേടി വരുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്? 100% പ്രതീക്ഷയുണ്ട്. കാരണം കാലം ഏൽപ്പിച്ചൊരു കാവ്യനീതിയാണ് ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം 0 ബഡ്ജറ്റ്, ഒരു പൈസ ചിലവില്ലാതെ, ആരെ ആശ്രയിക്കാതെ, ആശുപത്രിയിൽ പോയി കാത്തുകെട്ടി കിടക്കാതെ, നമ്മളിലുള്ള ദിവ്യമായ സ്വർണ്ണിമ ജലമാണെന്നുള്ള തിരിച്ചറിവ് നൽകി ബോധവൽക്കരണം നടത്തി പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇന്നത്തെ ഇവിടെ നടത്തിയ അന്താരാഷ്ട്ര സമ്മേളനം. നിറഞ്ഞ ഹാളിൽ ധാരാളം ആളുകൾ പങ്കെടുത്തു. ഏതാണ്ട് ഡസൺ കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഞാൻ തന്നെ ഒരു 7-8 ഗ്രൂപ്പുകളിൽ അംഗമാണ്. എൻ്റെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 10,000 ആളുകൾ സജീവമായിട്ട് ഗ്രൂപ്പിൽ പങ്കാളികളാണ്. അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അവരൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 22 വർഷം വരെ വലിയ പ്രചാരം കൊടുക്കാതെ മൂത്രം കഴിച്ച് പൂർണ്ണ സ്വാസ്ഥ്യത്തിൽ കഴിയുന്ന ആൾ നമ്മൾ ഈ ഗ്രൂപ്പിനകത്തുണ്ട്. ഈ 2 സംഘടന കേരളത്തിൽ ഏതാണ്ട് 4-5 സംഘടനകളുടെ നേതൃത്വത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ആത്മാർത്ഥമായ പ്രചരണം നടത്തുന്നുണ്ട്. പുതിയ ആളുകൾ ഇതിലേക്ക് വരികയാണ്. നിഗൂഢ രഹസ്യം മനസ്സിലാക്കി അത്ഭുതപ്പെടുകയാണ്. ഇന്ന് ചർച്ചയിൽ ഞാൻ സജീവമായി പങ്കെടുത്തു. ഞാൻ പുറത്തു പോയപ്പം ഡസൺ കണക്കിന് ആൾ വന്ന് എൻ്റെ നമ്പർ മേടിച്ചു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് അത്ഭുതകരമായ കാര്യങ്ങൾ അറിയുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വൺ ഓഫ് ദി വേൾഡ് വണ്ടേഴ്സ് എന്ന് തോന്നുന്നു. ഞാനൊരു പ്രതീക്ഷ സാധാരണ ഗ്രൂപ്പുകളിലൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. വൈകിയാണെങ്കിലും ഇതിന് സ്വീകാര്യതയും സാർവജനീയമായ അംഗീകാരം കിട്ടും. ഒരുപക്ഷെ ഒരു 10-20 വർഷത്തിനിടയ്ക്ക് 1-2 ദശാബ്ദങ്ങൾക്കകത്ത് യൂറിൻ തെറാപ്പി സ്വീഡിഷ് അക്കാഡമി അംഗീകരിച്ച് നോബൽ സമ്മാനം തന്നെ ഫോർ മെഡിസിന് കിട്ടിക്കൂടായികയില്ല. അത്രമാത്രം അത്ഭുതകരമായ ഹീലിംഗ് ക്രൈസിസ് അതിജീവിക്കാൻ കഴിയുന്ന മഹത്തായ ഒരു ചികിത്സാ ശാസ്ത്രമാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടർമാർ. ഇന്ന് തന്നെ ഇവിടെ 7-8 ഡോക്ടർമാർ പങ്കെടുത്തു. ആധികാരികമായിട്ട് അവർ ഭാരതത്തിലെ
ടോപ്പ് 10 ന്യൂറോ സർജന്മാരിൽ ഒരാളാണ് ഇന്നിവിടെ പങ്കെടുത്തത്. അദ്ദേഹം ഇതിൻ്റെ ഔഷധ മൂല്യത്തെക്കുറിച്ച് സവിസ്തരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മാധ്യമങ്ങളിലൊക്കെ വരാം. ആർക്കും നിഷേധിക്കാനാവാത്ത രീതിയിൽ ഡോക്ടർ ഹെഗ്ഡെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞ പ്ലീസ് സ്റ്റോപ്പ് ഓൾ മെഡിസിൻസ്, യു ഫോളോ UT, യു സ്റ്റാർട്ട് കൺസ്യൂമിങ് urine, you will get everything possible, you will be free from all diseases except death. വളരെ പ്രചാരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആരും ഒരു പൈസ പ്രതിഫലം ഇല്ലാതെ ആത്മാർത്ഥമായിട്ട് വിവരം ലോകം മുഴുവൻ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ കൊല്ലത്തുനിന്ന് വളരെ സ്ട്രെയിൻ ചെയ്താണ് ഇവിടെ വന്നത്. ഇതിൻ്റെ വേദികളിലൊക്കെ സജീവ സാന്നിധ്യമാണ്. ഇതിനുവേണ്ടി ധാരാളം റെഫറൻസ് നടത്തുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും സോവനറിന് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട്. അത് പ്രാമാണികമാണ്. ധാരാളം പേര് വായിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എനിക്ക് ഇഷ്ടകാലം ഞാൻ യൂറിൻ തെറാപ്പിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ 100 കണക്കിന് 1000 കണക്കിന് UT തെറാപ്പിസ്റ്റുകൾ കേരളത്തിൽ പിന്നെ വർദ്ധിച്ചു വരികയാണ്. നിങ്ങൾ മാധ്യമങ്ങൾക്ക് വലിയ ചരിത്ര ദൗത്യമുണ്ട്, അത് നിങ്ങൾ ഏറ്റെടുക്കുക. ഈ സന്ദേശം ഞങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളിൽ എത്തിക്കുക. ആരെയും ആശ്രയിക്കാതെ വീട്ടിലിരുന്ന് ഒരു ആശുപത്രിയിലും മെഡിസിനെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് ദിവ്യ ഔഷധം നിങ്ങളിൽ നിന്ന് തന്നെ സ്വീകരിച്ച് മറ്റൊരാളിൻ്റേതല്ല. കമിതാക്കൾക്ക് മാത്രം ദമ്പതികൾക്ക് മാത്രമാണ് മ്യൂച്വലായിട്ട്, ബാക്കിയുള്ളവർക്ക്. ഇനി ഒരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് പറയട്ടെ. കൊച്ചുകുട്ടികളിൽ നിന്ന് മൂത്രം എടുത്ത് അവർക്ക് കൊടുക്കാൻ കഴിയില്ല. അതിന് നിർദ്ദേശിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് കുട്ടിക്കാലത്തെ അസുഖമോ പനിയോ വന്നാൽ അവരുടെ അമ്മയുടെ അച്ഛൻ്റെ മൂത്രം തേനും കൂടി ചേർത്ത് ചെറിയ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ പെയിൻ കില്ലർ ഉപയോഗിച്ചാൽ കിട്ടുന്നതിനേക്കാൾ സ്പീഡി റിക്കവറി കിട്ടും. ഡോക്ടർ നിതിൻ പട്ടേൽ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശശി പട്ടേൽ, അദ്ദേഹത്തിൻ്റെ മകൻ സന്തേഷ് പട്ടേൽ, 3 ജനറേഷൻ മഹാരാഷ്ട്രയിൽ വ്യാപകമായിട്ട് നാച്ചുറോപ്പതി കോഴ്സ് നടത്തുന്നുണ്ട്. അവർ വലിയൊരു ആസ്പത്രി മാനേജ് ചെയ്യുന്നുണ്ട്. 3 തലമുറ പ്രചാരം ബോംബെയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനെ ഫോളോ ചെയ്യുന്നത് കുട്ടിക്കാലം മുതലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് പെട്ടെന്ന് ഇപ്പോൾ പാമ്പ് കടിച്ച ആളുകൾ പെട്ടെന്ന് യൂറിൻ വരത്തില്ല. പാമ്പ് കടിച്ച ആളുകൾക്ക് ആ വിഭാഗത്തിൽ പുരുഷന്മാരുടെ മൂത്രം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് പാമ്പിന് പിന്നെ അതുപോലെ ദിവ്യ ഔഷധം തിരിച്ചു കൊടുക്കുന്നത്. അതുപോലെ മൂത്രം കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ഇല്ലാതെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോച്ച പിടിച്ചതിനിടയിൽ അസാധാരണ വിൽപ്പുള്ള ഒരാൾ പോച്ച പിടിച്ചതിനിടെ മൂർഖൻ കടിച്ചു. മൂർഖനെ കൈകൊണ്ടെടുത്ത് കളഞ്ഞു, കൂളായിട്ട് എടുത്ത് കളഞ്ഞു. ഭയങ്കര വിൽപ്പുറമുള്ള ഒരാളാണ്. ഞങ്ങളെല്ലാം അതിശയിച്ചു പോയി, എന്തിനിങ്ങനെ റിസ്ക് എടുത്തു. അദ്ദേഹം കൂളായിട്ട് അവിടെ ഇരുന്ന് ഏതോ ഇല കൊണ്ട് അത് കളഞ്ഞതിന് ശേഷം പെട്ടെന്ന് അങ്ങോട്ട് മാറിയിരുന്നു ഒരു ഇലയെടുത്ത് കുമ്പിളായിട്ട് ചുറ്റി മൂത്രം വന്നു. ആ മൂത്രം കുടിച്ചു കൂളായിട്ട്. കുറച്ച് ആ മൂത്രം ഒഴിച്ച് അവിടെ കഴുകി അദ്ദേഹം നേരെ വീട്ടിൽ പോയി കിടന്നു. അദ്ദേഹം 2 മണിക്കൂർ ഇടവിട്ട് മൂത്രം കഴിച്ചു. 3-ാമത്തെ ദിവസം പക്ക ഓക്കെ ആയി. 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭാര്യയോട് പറഞ്ഞത് എന്നെ പാമ്പ് കടിച്ചു, പക്ഷേ ആസ്പത്രിയിലേക്ക് പോയാലും ബുദ്ധിമുട്ടൊന്നുമില്ല. അസാധാരണ മനസ്സാന്നിധ്യത്തോടുകൂടി ഈ മൂത്രം കഴിച്ചു, ഞാൻ ഫുള്ളി ഫ്രീ ആണ്. അവർ പെട്ടെന്ന് പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് പാമ്പിന് വിഷത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല. ഞങ്ങൾ നാച്ചുറോപ്പതി എന്ന് പറയുന്ന ഇത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ ബ്രാഞ്ച് തന്നെയാണ്. എന്നാൽ ഈ UT അതായത് യൂറിൻ തെറാപ്പി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെയും. അങ്ങനെ ഒരു അംഗീകരിക്കപ്പെടാത്ത ഒരു ബ്രാഞ്ച് എത്ര കാലം നമുക്ക് അതിൻ്റെ പ്രചാരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും? നമ്മുടെ സർക്കാരുകൾ, അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത് അംഗീകരിക്കേണ്ടതല്ലേ? സ്വാഭാവികമായിട്ട് അതിനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതിൻ്റെ അംഗീകാരത്തിന് വേണ്ടി സർക്കാരിന് റെപ്രസൻറ്റേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളൊരു വിളംബരം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യകത പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിക്കണം. ആയുഷ് മന്ത്രാലയത്തിൻ്റെ സമാന്തര ചികിത്സ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റിൻ്റെ പരിധിയിൽ വരുത്തണം. അത് പഠിക്കുന്നതിന് കമ്മീഷന് വെക്കണം. ഇതിൻ്റെ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തണം. അതിനുള്ള ഫണ്ട് അനുവദിക്കണം. തുടങ്ങിയ ഒരു ചാർട്ടർ ഡിമാൻഡ് ഞങ്ങൾ തയ്യാറാക്കി ചീഫ് മിനിസ്റ്റർക്കും പ്രൈം മിനിസ്റ്ററും കൊടുക്കുന്നുണ്ട്. രസകരമായൊരു കാര്യം പറയട്ടെ. അതായത് 47 വർഷമായിട്ട് ഒരു KK ചവാൻജി എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയെ 47 വർഷമായിട്ട് UT ഫോളോവറാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവനും. അദ്ദേഹം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോറസ്റ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത IPS ഓഫീസറാണ്. അദ്ദേഹം ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥിയാകേണ്ടിയിരുന്നു. അദ്ദേഹം 1 മാസത്തിന് മുമ്പ് 87-ാമത്തെ വയസ്സിൽ മരിച്ചു. അദ്ദേഹം തൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് റെപ്രസൻറ്റേഷൻ കൊടുത്തു. ആയുഷ് മിനിസ്ട്രിയുടെ കീഴിൽ മറ്റ് സമാന്തര ചികിത്സയോടൊപ്പം ഇതുകൂടി ഉൾക്കൊള്ളിക്കണം. അതിൻ്റെ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം റിമൈൻഡറൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പരിഗണിക്കുന്നത് PMO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മരിച്ചുപോയി. അതിൻ്റെ തുടർന്ന് പ്രവർത്തനം ഞങ്ങൾ സംഘടന ഏറ്റെടുക്കുകയാണ്. തീർച്ചയായിട്ടും വൈകിയാണെങ്കിലും അംഗീകാരം കിട്ടിയേ മതിയാവൂ. കാരണം ഒരുപക്ഷെ അംഗീകാരം കിട്ടിയില്ലെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തം മൂത്രം കുടിക്കുന്നതിന് ആരുടെ അനുമതി വേണം?
കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ഉണ്ട് നമുക്ക്. നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമ്മളെ ഇഷ്ടം അനുസരിച്ച് ധൈര്യമായിട്ട് സ്വീകരിക്കാം. അതിന് ജസ്റ്റ് ഇൻഫർമേഷൻ കൺവേ ചെയ്താൽ മതി. സ്വന്തം അനുഭവത്തിലൂടെ ഒരാഴ്ച മുതൽ തന്നെ സ്വാസ്ഥ്യം അനുഭവപ്പെടും. ഒരു പ്രൈം മിനിസ്റ്റർ പറഞ്ഞാലും ഒരു ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞാലും ഒരു ഡോക്ടർ പറഞ്ഞാലും എനിക്ക് സ്വീകാര്യമല്ല. എനിക്കെൻ്റെ അനുഭവമാണ് സാക്ഷ്യം, അതാണ് സത്യം. സത്യമേവ ജയതേ, ആ ദർശനമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് മൂത്രചികിത്സ. ഓക്കെ, താങ്ക് യു സാർ. താങ്കൾ ഇതുവരെ വളരെ സമർത്ഥമായി തന്നെ വളരെ വിശദമായി തന്നെ താങ്കൾ പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് അത് വലിയ ഗുണമുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. താങ്കൾക്ക് വളരെ നല്ല നന്ദി രേഖപ്പെടുത്തുന്നു. ഏതായാലും ഇങ്ങനൊരു അഭിമുഖം നടത്തി അതുവഴി വളരെ സെൻസിബിളായിട്ട് ധാരാളം ചോദ്യങ്ങൾ വളരെ സഹൃദയനായി അങ്ങ് ചോദിച്ചു. അതിന് സ്നേഹത്തിൻ്റെ ഭാഷയിലും വളരെ ഭക്തിയോടുകൂടി ആദരവോടുകൂടി എല്ലാ അംഗീകാരത്തോടുകൂടിയും പറഞ്ഞു കഴിഞ്ഞു. ഇനി എൻ്റെ കൺക്ലൂഷൻ എന്ന രീതിയിൽ എൻ്റെ ഈ 10 മാസത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടെത്തിയ ഒരു ദർശനശാസ്ത്രം എന്ന രീതിയിൽ UT അത് ഇങ്ങനെ സംഗ്രഹിക്കാൻ ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കുക, ആലോചിക്കുക. അതായത് എൻ്റെ 10 മാസത്തെ അനുഭവത്തിലും പൂർണ്ണ ശാസ്ത്രം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലും എല്ലാവർക്കും അത് കിട്ടണമെന്നുള്ളൊരു പ്രതീക്ഷയിലും ഞാൻ കണ്ടെത്തിയ ഒരു വ്യാഖ്യാനമാണ് മനുഷ്യ ശരീരത്തിൽ കുടികൊള്ളുന്ന പൂർണ്ണതയുടെ പ്രകാശനമാണ് സ്വമൂത്രം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ശിവാംബു ഓർ our urine is the manifestation of the perfection already in human body. ഇതാണ് ധനുരേവ ധന്യോ അസ്തു ഭേഷജം എന്ന ഋഗ്വേദത്തിൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് വാമൊഴിയിലൂടെ രേഖപ്പെടുത്തിയത്. ആധികാരികമാണ്, പ്രാമാണികമാണ്. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇന്ന് ഈ 2023 എത്തി നിൽക്കുന്നത്. എല്ലാവർക്കും പൂർണ്ണ സ്വാസ്ഥ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിൻ്റെ ദർശനശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിലുള്ള ദിവ്യമായ ഔഷധത്തെ കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ഭക്തിയോടെ സ്നേഹത്തോടെ നമ്മൾ പാനം ചെയ്താൽ, നമ്മൾ ലേപനം നടത്തിയാൽ, വേദന ഉള്ള ഭാഗത്ത് വെറ്റ് പാക്ക് വെച്ചാൽ, പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ശുദ്ധീകരിക്കുന്ന മറ്റൊരു പ്രക്രിയ കൂടിയുണ്ട്. ദഹന സംബന്ധമായ അസുഖങ്ങൾ, പൈൽസ് സംബന്ധമായ അസുഖമുള്ള ആൾക്ക് നമുക്കിത് എനിമ എടുക്കാം. ഏജ്ഡ് യൂറിൻ എനിമ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇൻറ്റസ്റ്റൈൻ, നമ്മളെ കുടൽ അസാധാരണമാവിധം സുഖപ്രാപ്തിയിലെത്തും. അതിൽ കൂടി ഇത് കൺസ്യൂം ചെയ്യും. അതുകൂടി നിങ്ങൾ പാലിക്കുക. ഇത് സംബന്ധിച്ച് ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാവണം. ഉണ്ടായ ആളുകൾ ഞാൻ മാധ്യമ സുഹൃത്തിനോട് പറയുന്നു, കഴിയുമെങ്കിൽ ടെലിഫോൺ നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്യുക. ഇത് കേൾക്കുന്ന എല്ലാ ആളുകളും ബന്ധപ്പെടുക. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഏത് സമയം എന്നെ വിളിക്കാൻ. ആചാര്യൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ജീവിതമാണ്, സമർപ്പണ ജീവിതമാണ് എൻ്റേത്. നമ്മൾ മലയാളികളെ മുഴുവൻ, പ്രത്യേകിച്ച് ഭാരതീയരെ പ്രത്യേകിച്ചും സ്വാസ്ഥ്യത്തിൻ്റെ ലോകത്തേക്ക് അത്ഭുതകരം മിറാക്കുലസ് ഹീലിംഗ് പ്രോസസ്സാണ് ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രായത്തിൽ ഇത്രയും ടോക്കറ്റീവായിട്ട് ഇന്ന് പകൽ ഒരു പക്ഷേ ഞാനൊരു 3-4 മണിക്കൂർ ക്ലാസ് എടുത്ത് സംസാരിച്ചു. പക്ഷേ ഞാൻ സാത്വിക ആഹാരമാണ് വളരെ ലളിതമായിട്ട് കഴിച്ചേക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആഹാര കാര്യത്തിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന യൂറിൻ തെറാപ്പിയോട് എന്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് യൂറിൻ തെറാപ്പി, മൂത്രം. അതായത് ഇതിനോടൊപ്പം ചേർത്ത് നിർത്തേണ്ടതാണ് നാച്ചുറോപ്പതി, അക്യുപഞ്ചർ, വാട്ടർ തെറാപ്പി, മ്യൂസിക് തെറാപ്പി, സൂര്യയോഗ തെറാപ്പി, യോഗ തെറാപ്പി. ഇത് ഇത്രയും കൂടി നിങ്ങൾ പാലിക്കുക. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമോ 2 ആഴ്ചയിൽ ഒരു ദിവസമോ ഉപവസിക്കുക. നിയന്ത്രണ വിധേയമായിട്ട് നിങ്ങൾ ആഹാരം കഴിക്കുക. സാധാരണ നാച്ചുറോപ്പതി പറയുന്ന ഒരു സ്ലോഗനുണ്ട്, അതുകൂടി ഒന്ന് പറയാം. 1 നേരം ആഹാരം കഴിക്കുന്ന ആൾ യോഗി, 2 നേരം ആഹാരം കഴിക്കുന്ന ആൾ ഭോഗി, 3 നേരം ആഹാരം കഴിക്കുന്ന ആൾ രോഗി, 4 നേരം ആഹാരം കഴിക്കുന്ന ആൾ ദ്രോഹി, 5 നേരം ആഹാരം കഴിക്കുന്ന പരമദ്രോഹി. ഇതിലേത് വേണമെന്ന് ഇത് കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കൾക്ക് തിരഞ്ഞെടുത്തതിന് ശേഷം ഇതിൽ ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും ധാരാളം അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓം ശിവാംബു. ഒരിക്കൽ കൂടി ഈ ശിവാംബുവിൻ്റെ 3 മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മൂത്രം നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഓം സർവസൃഷ്ടി പ്രഭവ രുദ്രായ നമഃ. രണ്ടാമത് കുടിക്കുന്നതിന് മുമ്പ് കൈക്കൊമ്പിളിലെടുത്ത് ഭഗവാൻ ശിവനെ പ്രണമിച്ച് ഈ മന്ത്രം ചൊല്ലുക, ഓം ഹ്രീം ക്ലീം ഭൈരവായ നമഃ. അത് കഴിഞ്ഞതിന് ശേഷം സധൈര്യം
ലേശം ആയിട്ട് നിങ്ങൾക്ക് നുണഞ്ഞിറക്കാം. ആ സമയത്ത് ചൊല്ലേണ്ട മന്ത്രമാണ് ഓം ശ്രീം ക്ലീം ഉത്തമനേശ്വരായ നമഃ. അതിൻ്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മന്ത്രത്തിൻ്റെ ഉപാസനയും കൂടി ഇതിനോട് ചേർത്ത് നിർത്തിയാൽ, ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിൽ UTI ഉപാസിച്ചാൽ തീർച്ചയായിട്ടും 100% ഫലം ഉറപ്പ്. ഞാൻ അതിന് അനുഭവ സാക്ഷ്യം ആധികാരികമായിട്ട് എനിക്ക് പറയാൻ കഴിയും. ലോക സമസ്ത സുഖിനോ, ഇതാണ് ഞങ്ങളുടെ ദർശനം. ലോകത്തുള്ള എല്ലാവർക്കും സ്വാസ്ഥ്യം കിട്ടട്ടെ. അതിനുവേണ്ടി വരദാനമായിട്ട് ഗോഡ്ലി ഗിഫ്റ്റാണ് ഈ നമ്മളിൽ ഈശ്വരൻ തന്നേക്കുന്ന വരദാനമായി തന്ന യൂറിൻ അഥവാ ശിവാംബു സ്വർണ്ണിമജലം. ഇറ്റ് ഇസ് എ ഹവൻലി നെക്ടർ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഉപാസകരാകിയ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ഉപാസകർ കൂടിയാകുക. ഓം നമഃശിവായ. പഞ്ചാക്ഷരി മന്ത്രത്തിലൂടെ ഈശ്വരീയമായ തലത്തിലേക്ക് നമുക്ക് അധമ ഭക്തിയിൽ നിന്ന് മധ്യമ ഭക്തിയിലേക്കും ഉത്തമ ഭക്തിയിലേക്കും എത്താൻ കഴിയും. ഒരു കാര്യം ചൊല്ലുക, നമ്മൾ ഉറക്കെ മന്ത്രം ചൊല്ലുമ്പോൾ അവിടെ സംഭവിക്കുന്ന ശാസ്ത്രീയമായൊരു കാര്യം കൂടി പറയാം. അത് പറഞ്ഞുകൊണ്ട് മന്ത്രം നമ്മൾ ഗായത്രി മന്ത്രത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. മന്ത്രത്തിൻ്റെ മന്ത്രം വേദമാതാവ് എന്ന് പറയുന്ന ഗായത്രി മന്ത്രമാണ്. ഗായത്രി എന്ന് പറഞ്ഞാൽ ഗായന്ത്രം ത്രായതേ ഇത് ഗായത്രി. ദീക്ഷ എടുത്തിട്ട് വേണം ആ മന്ത്രം ചൊല്ലേണ്ടത്. തുടർന്ന് നിങ്ങൾ ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലുക. അത് കഴിഞ്ഞ് മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുക. അതിനുശേഷം ഈ ശിവാംബു മന്ത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ചൊല്ലുക. ഇതിൽ നിങ്ങൾക്ക് സൈക്കോളജിക്കലായിട്ട് സ്യൂട്ടബിളായിട്ട് ഒരു മന്ത്രം തിരഞ്ഞെടുക്കാം. ഞാനത് മന്ത്രം എടുത്തിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സർവസൃഷ്ടി പ്രഭവ രുദ്രായ നമഃ. എല്ലാ സർവസൃഷ്ടി പ്രഭാവത്തിൻ്റെയും സ്ഥിരാകേന്ദ്രമായ പ്രഭവസ്ഥാനമായ സാത്വിക ഭാവമായ രുദ്രഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു. രാത്രി കിടക്കാൻ നേരത്തെ ആ മന്ത്രം 108 പ്രാവശ്യം വിരലുകൾ പ്രത്യേക തരത്തിൽ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ചൊല്ലി 108 പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾ ഉറക്കത്തിൻ്റെ അഗാധ തലത്തിലേക്ക് പോകും. അതിനു മുൻപ് നിങ്ങൾ 50 ml കഴിച്ചുകൊണ്ട് കിടക്കുക. നിങ്ങൾക്ക് സൗണ്ട് സ്ലീപ്പ് സാധ്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഉറക്കം കിട്ടും. ഞാൻ അനുഭവസ്ഥനാണ്. മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ 2-3 പ്രാവശ്യം താങ്കൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ യൂറിനറി ബ്രേക്ക് വരും. പിന്നെ ഉറക്കം കിട്ടുന്നില്ല. വലിയ പ്രശ്നമായിരുന്നു, അസ്വസ്ഥതയായിരുന്നു. ഇപ്പോൾ ശാന്തമായ ഉറക്കം കിട്ടുന്നു. അസാധാരണമായ വൈബ്രേഷനാണ്, എനർജറ്റിക്കാണ്, ഡൈനാമിക്കാണ്. ഇത് നിങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ ആചാര്യൻ ജലാധരൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും യൂറിൻ എന്നത് നമ്മൾ ഒരു മാലിന്യ വസ്തുവല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. യൂറിൻ തെറാപ്പി എന്നത് ഒരു വലിയ ചികിത്സാ ബ്രാഞ്ചായിട്ട് നമ്മുടെ ചികിത്സാ മേഖലയിൽ വളരുമെന്നും അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിക്കുക തന്നെ ചെയ്യുമെന്നുമുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. മാത്രമല്ല, നമ്മൾ ഈ നമ്മുടെ ഓരോ മനുഷ്യ ശരീരത്തിലെയും മൂത്രം ഒരു വലിയ ഔഷധമാണെന്ന് നമ്മൾ തിരിച്ചറിയുക കൂടി ചെയ്യണം എന്ന ഒരു നിർദ്ദേശവും കൂടിയാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ ഇതുവരെയായിട്ടും, ഈ മൂത്രം അതെന്തിനു കൊള്ളാം, മനുഷ്യന് പുറത്ത് ഒഴുക്കി കളയാനുള്ളത് നമ്മുടെ മാലിന്യം, ശരീരം തള്ളുന്ന മാലിന്യമാണ്, അതെങ്ങനെ കുടിക്കും, മഹാവൃത്തികേടല്ലേ, മൂത്രം കുടിയനോ, എന്ത് മോശം എന്ന തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിനകത്തുണ്ട്. പക്ഷേ അദ്ദേഹം ചില അനുഭവങ്ങളിലൂടെ, സ്വന്തം അനുഭവങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ മൂത്രം എന്നത് അങ്ങനെ ഒരു മാലിന്യമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല എന്നും അതൊരു ഔഷധമാണെന്നും അത് സേവിക്കുന്നത് വലിയ ഗുണകരമാണെന്നും എല്ലാ രോഗങ്ങൾക്കും, വന്ധ്യത ഉൾപ്പെടെയുള്ള എല്ലാ രോഗങ്ങൾക്കും അത് വളരെ പ്രയോജനകരമാണെന്നും എന്ന ഒരു കണ്ടെത്തലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഇതിനെക്കുറിച്ചുണ്ടാകാം. സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ മൂത്ര ചികിത്സയിലേക്ക് കടക്കാൻ നമുക്കൊരു പ്രയാസമുണ്ടാകും. കാരണം മൂത്രമാണല്ലോ എന്ന നമ്മുടെ ധാരണ, മൂത്രം എന്നത് എന്തോ മോശപ്പെട്ട ഒരു സാധനമാണെന്നുള്ള നമ്മുടെ മനസ്സിനകത്തുള്ള ആ ഒരു വിശ്വാസം കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇതിനകത്ത് വരാൻ കഴിയില്ല. എങ്കിൽ പോലും എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അദ്ദേഹം പറഞ്ഞതുപോലെ, ജലാധരൻ സാർ പറഞ്ഞതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ ബന്ധപ്പെടാം, അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ ചോദിക്കാം. അങ്ങനെ ഒരു പുതിയ ചികിത്സാ രീതി, പുതിയ ചികിത്സ എന്നും ഞാൻ പറയെങ്കിലും അതങ്ങനെ ശരിയല്ല. കാരണം ഋഗ്വേദ കാലം മുതൽ തന്നെ പരമശിവൻ പോലും അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലം, ഋഗ്വേദ കാലഘട്ടത്തിൽ സന്യാസിമാർ ഉപയോഗിക്കുന്നു. നമ്മുടെ ഈ കാശ്മീരിലെ അവിടുത്തെ ഈ മഞ്ഞുമലകളിലെ സന്യാസിമാർ ഉപയോഗിക്കുന്നു.
ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധഭഗവാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം രേഖകൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പുതിയ ചികിത്സാ രീതിയല്ല, വളരെ പഴയ ഒരു ചികിത്സാ രീതിയാണ്. അത് പ്രചാരം വരുന്നു തന്നെയാണ് അദ്ദേഹം ഒരു ശുഭാപ്തി വിശ്വാസം വരുത്തിയത്. അത് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാം. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.